ടോപ്പിക്കാണ് ബയോമോളിക്യൂൾസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ലൈഫ് ഇതേപോലെ നമുക്ക് വളരെ എളുപ്പമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് അല്ലെങ്കിൽ യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കുറേ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്. ആ ഓർഗാനിക് മോളിക്യൂൾസ് ഇൻ ലിവിങ് സിസ്റ്റം ആർ നോൺ ആസ് ബയോമോളിക്യൂൾസ്. നമ്മുടെ ലിവിങ് സിസ്റ്റത്തിലുള്ള ഓർഗാനിക് മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുക. ഇനി ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്, അതുപോലെ തന്നെ എൻസൈംസ്, ഹോർമോൺസ് ഒക്കെ ബയോമോളിക്യൂൾസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബയോമോളിക്യൂൾസിൽ ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോമുല എന്താ? C6H12O6. ഇതിനെ നമ്മൾ ഒന്നുകൂടി എന്താ പറയുക റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതി C6 പിന്നെ അതുപോലെ H2O ബ്രാക്കറ്റിൽ 6 ടൈംസ് ആക്കിയിട്ട് എഴുതുമ്പം ഇത് ഈ 6 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇതേ ഫോമുല തന്നെയാണ് കിട്ടുക. അതായത് H2O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടർ. അപ്പോൾ കാർബണിൻ്റെ ഹൈഡ്രേറ്റ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദീസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. ആൻഡ് ഈ ഒരു ജനറൽ ഫോമുലയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാർബണിൻ്റെ ഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സിനെ തന്നെ നമുക്ക് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്നുള്ള ഒരു ഡെഫിനേഷനിൽ കാർബോഹൈഡ്രേറ്റ്സിനെ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല. ഈ കാർബോഹൈഡ്രേറ്റ്സിനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിലും ജനറലായിട്ട് കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദീസ് കാർബോഹൈഡ്രേറ്റ്സ് ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് ഒന്നിലധികം OH ഗ്രൂപ്പുള്ള, അതുപോലെ തന്നെ OH ഗ്രൂപ്പ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO അല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ് C ഡബിൾ ബോണ്ടോ, ഈ ഗ്രൂപ്പ്സ് ഒക്കെ വരുന്ന പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുക. ദീസ് കാർബോഹൈഡ്രേറ്റ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആർ നോൺ ആസ് കാർബോഹൈഡ്രേറ്റ്സ്. അല്ലെങ്കിലോ ഏത് കോമ്പൗണ്ട് ആണോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യണത് അതിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്.